പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഞാൻ കറുകുറ്റി ഫൊറോന പള്ളിയിലെ വികാരിച്ചനാണ്. ബഹുമാനപ്പെട്ട സേവ്യർ ആവളിലച്ചൻ. ഞാനിവിടെ വന്നത് 2021 ആണ്ടിലാണ്. കറുകുറ്റിപ്പള്ളിയിൽ ഏകദേശം 1400ഓളം വീടുകളുണ്ട്. കറുകുറ്റിപ്പള്ളി സ്ഥാപിതമായത് 1829 2029 ആകുമ്പോൾ ഈ പള്ളി സ്ഥാപിച്ചിട്ട് 200 വർഷം തികയും. ഞങ്ങളുടെ പോപ്പുലർ മിഷൻ ധ്യാനം നടത്താൻ ഒത്തിരി ആഗ്രഹിച്ചാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷത്തിൻ്റെയും ആത്മീയ ആഘോഷത്തിൻ്റെയും ദിനങ്ങളായിട്ട് തന്നെയാണ് ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. വലിയ മഴയുടെ അന്തരീക്ഷമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരു പ്രതികൂലതയും ഈ ദിവസം വരെ ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഞങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഹോം മിഷൻ നടത്തി. ഞങ്ങൾ 70ഓളം സിസ്റ്റർമാർ വീട് വീടാന്തരം കയറി ഇറങ്ങി എല്ലാ വീടുകളിലും പ്രാർത്ഥന നടത്തി. 10 ദിവസം നീണ്ടുനിന്ന ഹോം മിഷൻ പരിപാടി, പിന്നെ പ്രത്യേക പ്രാർത്ഥനകൾ, ഒരുക്കങ്ങളെല്ലാം നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഹോം മിഷൻ നടത്തിയതിന് ശേഷമാണ് പോപ്പുലർ മിഷൻ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇടവജനത്തിൻ്റെ മുഴുവൻ സഹകരണവും താല്പര്യവും ഇതിൻ്റെ പിന്നിലുണ്ടെന്നതാണ് സന്തോഷം നൽകുന്ന കാര്യം. ഞാനിരുന്ന പല പള്ളികളിലും ഇപ്പോൾ ചെമ്പിൽ നടത്തി, പള്ളുരുത്തിയിൽ നടത്തി, കുറ്റിപ്പുഴയിൽ നടത്തി, ഇപ്പോൾ ഇവിടെ നടത്തുന്നു. ആത്മീയമായ വലിയ ഉണർവും ഉത്തേജനവും ഈ വലിയ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഇടവജനത്തിന് ലഭിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിരിക്കുന്ന പള്ളികളിലെല്ലാം ഇത് നടത്താൻ ആഗ്രഹിക്കുന്നത്. പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ബന്ധപ്പെട്ടവരായിട്ട് സംസാരിച്ച് അവർ വലിയ താല്പര്യത്തോടു കൂടിയാണ് ഇത് ഏറ്റെടുത്തതും. സ്നേഹമുള്ളവരെ, കറുകുറ്റി പള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ആത്മീയമായ അനുഭൂതിയുടെ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ഈ 5 ദിവസവും. ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് ഇടവകജനം തന്നെയാണ്. സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ, വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ, പ്രത്യാശപ്പൊൻ കാലവുമായി നാം യേശുവിന്റെ പിന്നാലെ. പോപ്പുലർ മിഷൻ ധ്യാനം ഒരു ഇടവകയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആത്മീയ ഉത്സവത്തിൻ്റെ അനുഭവമാണ്. നിങ്ങളുടെ എല്ലാ മുഖത്ത് ആ സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോൾ അച്ഛന്മാരുടെ മനോഹരമായിട്ടുള്ള ആ പാട്ടിനോടും താളത്തോടും ഒപ്പമുള്ള അംഗവിക്ഷേപങ്ങളെല്ലാം തീർച്ചയായും നമ്മുടെ മനസ്സിൽ മായാത്ത ഓർമ്മകളായി എന്ന് നിലനിൽക്കും. ദീർഘകാലം നീണ്ടു നിൽക്കേണ്ട ആത്മീയ ഉണർവിന് നമ്മെ ഒരുക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോപ്പുലർ മിഷൻ ധ്യാനം വഴി നമ്മുടെ വിൻസെൻഷൻ വൈദികർ ചെയ്യുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും അതുപോലെ ഈ ഇടവകയ്ക്കും ഈ വർഷം ലഭിച്ച വലിയ ഒരു സമ്മാനമായിട്ട് വേണം പോപ്പുലർ മിഷൻ ധ്യാനത്തെക്കുറിച്ച് കാണാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, 2 വർഷമായി ഞാൻ വിൻസെൻഷൻ വൈദികരോട് ചോദിക്കുന്നു, പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുന്ന ഇടവകയിൽ എന്തായാലും ഈ വർഷം കിട്ടിയിട്ടുണ്ട് എന്ന് വലിയ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു. എന്നോട് പറയുകയായിരുന്നു. അപ്പം അത്രമാത്രം ആവേശവും അത്രമാത്രം പ്രതീക്ഷയും അത്രമാത്രം ആത്മീയ ഉണർവും നൽകുന്ന ദിനങ്ങളാണ് പോപ്പുലർ മിഷൻ ധ്യാനം എന്നുള്ളതാണ്. ഓരോ ഇടവകയെയും ഇടവകയുടെ മുക്കിലും മൂലയിലുമെല്ലാം അവർ കടന്നു ചെന്ന് തമ്പുരാൻ്റെ അളവറ്റ സ്നേഹം അളവില്ലാതെ പകർന്നു കൊടുക്കുന്ന ദിനങ്ങളായിരുന്നു ഇതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറെ നന്ദിയും കടപ്പാടും നമുക്ക് വിൻസെൻഷൻ വൈദികരോടുണ്ട്. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ക്രമീകരണം ചെയ്യുന്നവരോട് നമുക്കുണ്ട്. ഇത് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും സഹവികാരിയച്ഛന്മാരുടെയും മറ്റിടവകയിലെ മറ്റ് ക്രമീകരണം നടത്തുന്ന കൈക്കാരന്മാർ മറ്റുള്ളവർ മാത്രമല്ല, ഇടവകയാകുന്ന വലിയ കുടുംബത്തിൻ്റെ സഹകരണവും നമ്മുടെ എല്ലാവരുടെയും വലിയ ആത്മീയ ആനന്ദവും നിറഞ്ഞ നിമിഷങ്ങളാണ്, ദിവസങ്ങളാണ് കടന്നുപോയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്കറിയാം, ആത്മീയമായൊരു വലിയ ആവേശവും ഉണർവുമെല്ലാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്.
ഈ സമാപന ദിവസം ഇതിൻ്റെ എല്ലാം ആകത്തുകയാകുന്ന ഒരു വിചിന്തനത്തിലൂടെ കൂടുതൽ പ്രചോദിതരാകാൻ വേണ്ടി നമ്മളെല്ലാം ആഗ്രഹിക്കുക. ഹൃദയ കവാടങ്ങൾ തുറന്ന് തമ്പുരാനെ സ്വീകരിക്കണമെന്നും അനുതാപത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും നവമായൊരു ചൈതന്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമെന്നും ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ കേട്ടു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം ആകത്തുകയായി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഇനി കറുകുറ്റി ഇടവക മുഴുവനും തമ്പുരാന്റെ കൂടെ നടക്കണം. കൂടെയാണ് നടന്നുകൊണ്ടിരുന്നത്. ആ നടത്തം കുറച്ചുകൂടെ മെച്ചമായും ഗുണപരമായും തമ്പുരാനോടൊപ്പമുള്ള നിരന്തരമായൊരു യാത്രയായി മാറണം. തമ്പുരാന്റെ കൂടെ നടക്കാനുള്ള ക്ഷണമാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം നമുക്ക് നൽകുക. അത് ഏതാനും ദിവസങ്ങളിലേക്കല്ല, ഏതാനും മാസങ്ങളിലേക്കല്ല, നമ്മുടെ ജീവിതം മുഴുവൻ തമ്പുരാന്റെ കൂടെ നടക്കുക എന്നുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം നമുക്ക് നൽകിയത്. അതിനുവേണ്ടി നമ്മെ ഒരുക്കാനാണ് പറയുക. ഹൃദയ കവാടങ്ങൾ തുറന്നിടണം, തമ്പുരാനെ സ്വീകരിക്കണം, ഹൃദയത്തിൽ മാറ്റമുണ്ടാകണം, നവീകരിക്കപ്പെട്ട വ്യക്തികളായി ഞാനും നിങ്ങളുമൊക്കെ രൂപാന്തരപ്പെടണമെന്ന്. തമ്പുരാന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ദൈവത്തോടൊപ്പം നടക്കുക എന്നുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ ഏടുകൾ മറിയിക്കുമ്പോൾ 3-ാം അധ്യായം 8-ാം വാക്യം പറയും, ഉൽപ്പത്തി പുസ്തകത്തിൽ, വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം കേട്ടു. കേട്ടത് ആരാണ് നിങ്ങൾക്കറിയാം? ആദി മാതാപിതാക്കളാണ്. ഒരുപക്ഷെ ആ ഭാഗത്ത് ഒരിക്കലും പറയുന്നില്ല ദൈവം അവരോടൊപ്പം ഉലാത്തി എന്ന്, അവരോടൊപ്പം നടന്നു എന്ന്. എങ്കിലും നമുക്ക് ചിന്തിക്കാം ദൈവത്തോടൊപ്പം അവർ നടന്നു എന്ന്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയും, ഹെനോക്ക് ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. മലയാളത്തിൽ തർജ്ജമ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു എന്നാണ്. ഇംഗ്ലീഷ് ബൈബിൾ പറയുക, ഹി വാക്ക്ഡ് വിത്ത് ഗാഡ്, ദൈവത്തോടൊപ്പം നടന്നു. ദൈവത്തോടൊപ്പം നടക്കുന്നവന് സംഭവിക്കുന്ന മനോഭാവത്തിന് മാറ്റമാണ് അവൻ പ്രിയങ്കരനായി ദൈവത്തിന് മാറി എന്നുള്ളത്. വീണ്ടും ഉൽപ്പത്തി 6:9 നോഹയെ കുറിച്ച് പറയും, ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു. അതിനും ഇംഗ്ലീഷ് ബൈബിൾ പറയുക, ഹി വാക്ക്ഡ് വിത്ത് ഗാഡ്, ദൈവത്തോടൊപ്പം നടന്നു. അപ്പോൾ ദൈവത്തോടൊപ്പം നടക്കുന്ന മനുഷ്യൻ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്നവനാകുന്നു, ദൈവിക മാർഗം തേടുന്നവനാകുന്നു. തമ്പുരാന്റെ വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? ഞാനും നിങ്ങളുമെല്ലാം ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിന്റെ കരം പിടിച്ച് നടക്കണം. ഒരു അമ്മയുടെ കരം പിടിച്ച് കുഞ്ഞ് എങ്ങനെ നടക്കുമോ അതുപോലെ ആത്മീയ ജീവിതത്തിൽ നിരന്തരം ദൈവത്തിന്റെ കൂടെ നടക്കുവാനുള്ള വലിയ ക്ഷണമാണ് കർത്താവ് നമുക്ക് നൽകുക. ഞാൻ കൊച്ചു സംഭവം ഓർക്കുന്നത്, ആഫ്രിക്കൻ ഗോത്രങ്ങളിൽ ഒരു പ്രത്യേക ഒരു ഗോത്രത്തിൽ ഒരു പാരമ്പര്യമുണ്ട്. അവർ നാടോടികളാണ്. കുറച്ച് നാൾ ഒരു ദേശത്ത് താമസിക്കും, അത് കഴിയുമ്പോൾ അടുത്ത ദേശത്തേക്ക് പോകും. പക്ഷെ അവരുടെ ഒരു ആചാരമുണ്ട്. അവർ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും വീട് വയ്ക്കുന്നതിൻ്റെ മധ്യഭാഗത്തായി ഒരു വടി അവർ കുഴിച്ചിടും. കുറച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ മഴ പെയ്തോ കാറ്റടിച്ചോ എങ്ങനെയൊക്കെയാണെന്ന് അറിയത്തില്ല, ഈ വടി ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചരിയും. ഇത് ചരിയുമ്പോൾ അവർ ചിന്തിക്കുന്നത് തങ്ങളുടെ ഗോത്രദൈവം തങ്ങളോട് പറയുന്നത് ആ ദിശയിലേക്ക് യാത്ര ചെയ്യണമെന്നാണ്. ആ വടി അവരെ സംബന്ധിച്ച് അവരുടെ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അപ്പോൾ ദൈവം കൂടെയുണ്ട്, ദൈവത്തോടൊപ്പം ഞങ്ങൾ ചരിക്കേണ്ടവരാണ്, ദൈവം കാണിച്ചു തരുന്ന മാർഗത്തിൽ കൂടി മാത്രം ചരിക്കേണ്ടവരാണ് എന്നുള്ള നിരന്തരമായ ഓർമ്മ അവർക്ക് നൽകുന്നതിൻ്റെ പ്രതീകമാണ് ഈ വഴി. സ്നേഹമുള്ളവരെ, നമ്മോടൊപ്പം തമ്പുരാന്റെ നിരന്തരമായ സാന്നിധ്യമുണ്ട്. ഈ സക്രാരിയിൽ വസിക്കുന്ന തമ്പുരാൻ ഈ ഗോത്രത്തിൽ വടി സ്ഥാപിച്ചതുപോലെ ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് നമ്മോട് പറയും, മകനെ നീ ഇതിലേ ചരിക്കുക, ഈ വഴിക്ക് പോവുക, നിന്റെ ജീവിതത്തിന്റെ വഴികൾ ഇപ്രകാരമായിരിക്കണം. അങ്ങനെയുള്ള നിരന്തരമായ ദൈവിക ആഹ്വാനം കൂടെ നടക്കുവാൻ നമ്മെ ക്ഷണിക്കുന്ന ദൈവം ഇന്ന് നമ്മോടൊപ്പം പറയും. കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നിരന്തരം സംസാരിക്കണം, ദൈവത്തെ നിരന്തരം ശ്രവിക്കണം, ദൈവവുമായി ഹൃദയ വിചാരങ്ങൾ പങ്കുവയ്ക്കണം. മറ്റു വാക്കുകൾ പറഞ്ഞാൽ തമ്പുരാനോട് നമുക്കുണ്ടായിരിക്കേണ്ട അടുപ്പത്തെയാണ് സൂചിക്കുക. കഴിഞ്ഞ മാസം റോമിൽ സിനഡാലിറ്റിയെ കുറിച്ചുള്ള ചർച്ചകൾ നടന്ന് നമുക്കറിയാം. അവിടെ എല്ലാവരെയും കേൾക്കാനും എല്ലാവരെയും ശ്രവിക്കാനും എല്ലാവരോടൊപ്പം ആയിരിക്കാനും
സഭ പരിശ്രമിക്കുന്നതിൻ്റെ അടയാളമാണ്. വാസ്തവത്തിൽ ഞാനും നിങ്ങളും ദേവാലയത്തിൽ വന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് തമ്പുരാനോട് പറയുക. തമ്പുരാൻ പറയും, മകന് അല്പസമയം എന്നെ ഒന്ന് നീ ശ്രവിച്ചിരുന്നെങ്കിൽ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും തമ്പുരാൻ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തമ്പുരാനെ കേൾക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. അവിടെയാണ് നിശബ്ദമായ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പ്രസക്തിയുള്ളത്. ഇടവകയാകുന്ന വലിയ കുടുംബത്തിൽ ഇതുപോലെ ധ്യാന മനനങ്ങളുടെ നിമിഷങ്ങൾ ഉണ്ടാകണം. എന്നാലേ ദൈവത്തെ കേൾക്കാൻ പറ്റൂ. ഞാൻ എന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, തമ്പുരാനെ കേൾക്കാൻ ഞാൻ എന്തുമാത്രം സമയം ചിലവഴിക്കുന്നുണ്ടെന്നാണ്. തമ്പുരാന്റെ പക്കൽ വരുമ്പോൾ എത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ആവശ്യങ്ങൾ നീണ്ട പട്ടികയുണ്ട്. എൻ്റെ സ്വപ്നങ്ങൾ കണക്കുകളെല്ലാം നികത്തും. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാവി എല്ലാം ഉൾപ്പെടുന്ന പ്രാർത്ഥനകളുണ്ട്. പക്ഷേ ദൈവം പറയും, അല്പസമയം എന്നെ നീ ഒന്ന് ശ്രവിച്ചിരുന്നെങ്കിൽ. ആ ദൈവത്തെ കേൾക്കാനുള്ള സമയമാണ്. സ്നേഹമുള്ളവർ, ഇപ്രകാരം ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ തമ്പുരാനുമായി പങ്കുവയ്ക്കുമ്പോൾ കൂടെ നടക്കുന്നവനിലാണ് നമ്മുടെ ശ്രദ്ധ വരിക. അതുകൊണ്ട് തന്നെ തമ്പുരാനെ കേൾക്കാനും തമ്പുരാന്റെ ഹൃദയ വിചാരങ്ങൾ പങ്കിടാനും നമുക്ക് സാധിക്കും. മറ്റു വാക്കുകൾ പറഞ്ഞാൽ ദൈവിക ബന്ധത്തിൽ ആഴപ്പെടുവാനും ജീവിക്കുവാനുമുള്ള ക്ഷണമാണ് ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ. ഈ ദിനങ്ങളിലെല്ലാം എപ്രകാരമാണ് ഞാനും നിങ്ങളും ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കേണ്ടത് എന്നതിനെ കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. തീർച്ചയായും നമ്മുടെ ഉള്ളിൽ ഇതുപോലെ ആഗ്രഹമുണ്ടാകണം. ഞാൻ തമ്പുരാൻ്റേത് എന്നും ജീവിക്കണം. അവൻ്റെ ഹൃദയഭാവങ്ങൾ ഒപ്പിയെടുക്കാൻ എനിക്ക് കഴിയണം. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് നമുക്ക് ഒത്തിരിയേറെ ആകർഷണങ്ങൾ വേറെയുണ്ട്. തമ്പുരാനിൽ നിന്ന് വഴുതി മാറാൻ, തെന്നിപ്പോകാൻ, അവനെ കാണാതിരിക്കാൻ മാത്രമുള്ള ആകർഷണങ്ങൾ നമുക്ക് ഏറെയുണ്ട്. അറ്റുപോകുന്ന ദൈവിക ബന്ധങ്ങൾ കണക്ക് നമുക്കറിയാം. പലപ്പോഴും ഒത്തിരിയേറെ ആത്മീയമായി വളരണം നമ്മൾ ആഗ്രഹിക്കുന്നു, എന്നാൽ ഏറെ തടസ്സങ്ങളും കാണാം. അതുകൊണ്ടാണ് ഗലാത്യർക്ക് ലേഖനം 2:20 പൗലോസ് ഓർമ്മിപ്പിക്കുക, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനി മുതൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുക. ആ ഒരു വിചാരം ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കുന്നുവെങ്കിൽ എന്നും ദൈവത്തോടൊപ്പം നടക്കാനേ കഴിയൂ. വീണ്ടും സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കും, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വേണം വ്യാപരിക്കാൻ. ഗലാത്യ 5:16 ഓർമ്മിപ്പിക്കും. ആത്മാവിന്റെ പ്രേരണ എന്ന് പറയുന്നത് നിരന്തരമായുള്ള ദൈവിക ഭാഷണത്തിൽ നിന്ന് ദൈവാത്മാവ് നമ്മെ നയിക്കുന്ന നിമിത്തങ്ങളാണ്. അതിനെയാണ് റോമാക്കാരുടെ ലേഖനം 8-4 പറയുക, ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കണം. ഞാനും നിങ്ങളുമെല്ലാം ദൈവാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് നിരന്തരം ജീവിക്കേണ്ടവരാണെന്ന് സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥന്, ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥന്, ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥന്, ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥന്, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആരാധനയ്ക്ക് യോഗ്യനേ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ ഈശോയിലേക്ക് നോക്കി ആരാധിച്ചിടുന്നിതാ. കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. എല്ലാവരും ചേർന്ന് ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വലിയ വിശ്വാസത്തോടെ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. എല്ലാവരും ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ.
ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും വിളിച്ചോ, ഈശോയെ എന്ന് വിളിച്ചോ. ഈശോ 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 നിന്നെ തൊടുന്നു. ഈശോ നിന്നെ തൊടുന്നു. ഈശോ നിന്നെ തൊടുന്നു. ഈശോ നിന്നെ തൊടുന്നു. ഈശോ നിന്നെ സ്പർശിക്കുന്നു. ഈശോ നിന്നെ സ്പർശിക്കുന്നു. ഈശോ നിന്നെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോ നിന്നെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോ നിന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നു. ഈശോ നിന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നു. ഈശോ നിന്നെ കെട്ടിപ്പിടിച്ച് ശക്തിപ്പെടുത്തുന്നു. ഈശോ നിന്നെ മാറോട് ചേർത്ത് ശക്തിപ്പെടുത്തുന്നു. എല്ലാവരും വിളിക്കട്ടെ, ഈശോയേ ഈശോയേ. ഈശോ 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 നിന്നെ തൊടുന്നു. ഈശോ നിന്നെ തൊടുന്നു. ഈശോ നിന്നെ ശക്തിപ്പെടുത്തുന്നു. ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നു. ഈശോ നിന്നെ അഭിഷേകം ചെയ്യുന്നു. ഈശോ നിന്നെ ശക്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഹോദര സഹോദരി, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ആ വലിയ ആനന്ദം, ആ വലിയ സന്തോഷം, ആ വലിയ സ്നേഹത്തിന്റെ നിറവ് ഇതാ ഈശോ നിന്നിലേക്ക് ഒഴുക്കുന്നു. ഈശോ നിന്നിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വ്യക്തിയും ഉള്ളിൽ ഈശോ നിറയ്ക്കുന്ന ആ സ്നേഹത്തിന്റെ നിറവിനെ ഓർത്ത് ഈശോയിലേക്ക് നോക്കി ചെറിയ സ്വരത്തിൽ ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിന്റെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം ഈശോ നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഈശോയിലേക്ക് നോക്കി നീ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യം നിന്റെ ഈശോ നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളിൽ വിശ്വസിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ സഹോദര സഹോദരി, ഇതാ നിന്നെ കർത്താവ് ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കുന്നു. ഈ നിമിഷം വരെ വചനത്തിലൂടെ നിന്നോട് സംസാരിച്ച കർത്താവ്, നീ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ തിരുമുമ്പിൽ ഇരിക്കുമ്പോൾ ഇതാ വീണ്ടും വചനത്തിലൂടെ കർത്താവ് നിന്നോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം തിരുവചനം, ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണ്. ഈശോ പറയുകയാണ്, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ദിവസം വരെ ഞാൻ നിങ്ങളോട് വചനത്തിലൂടെ സംസാരിച്ചത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാൻ വേണ്ടിയാണ്. നിന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ നീ ചെയ്ത സകല പാപത്തെ ഓർത്ത് അനുതപിച്ച് ഇനി ചെയ്യുകയില്ല എന്ന തീരുമാനത്തോടെ നീ നല്ലൊരു കുമ്പസാരം നടത്തിയപ്പോൾ ആ കുമ്പസാരത്തിൽ നിനക്ക് ലഭിച്ച പാപക്ഷമയിലൂടെ ഈശോയുടെ സന്തോഷമാണ് നിന്നിൽ നിറഞ്ഞത്. നിന്നെ വേദനിപ്പിച്ച, നിന്നെ കുറ്റപ്പെടുത്തിയ, നിന്നെ കളിയാക്കിയ, നിന്നെ ദ്രോഹിച്ച, നിനക്ക് തിന്മ വരുത്തിയ സകല വ്യക്തികളോടും ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞ് ഈശോയുടെ സ്നേഹത്തെ പ്രതി ക്ഷമ ചോദിച്ച് രമ്യപ്പെടാനായിട്ട് നീ തയ്യാറായപ്പോൾ ഈശോയുടെ സന്തോഷമാണ് നിന്നിൽ നിറഞ്ഞത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ ആരെല്ലാമാണ് നിന്നെ കുറ്റപ്പെടുത്തിയത്, കളിയാക്കിയത്, താഴ്ത്തിക്കെട്ടിയത്, അപമാനിച്ച് നിന്ദിച്ചത്, ഇതിലൂടെ നിന്റെ മനസ്സിനേറ്റ സകല മുറിവുകളെയും ഈശോ പൂർണ്ണമായും ഏറ്റെടുത്ത് നിനക്ക് ഈശോ ആന്തരിക സൗഖ്യം നൽകിയതിലൂടെ ഈശോയുടെ സന്തോഷമാണ് നിന്നിൽ നിറഞ്ഞത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ശരീരത്തിലെ രോഗങ്ങളും വേദനകളും എല്ലാം ഈശോ ഏറ്റെടുത്ത് നിനക്ക് ശാരീരികമായ സൗഖ്യം ഈശോ നൽകിയപ്പോൾ ഈശോയുടെ സന്തോഷമാണ് നിന്നിൽ നിറഞ്ഞത്. ഹല്ലേലൂയ ഹല്ലേലൂയ. പാപമോചനത്തിലൂടെ ലഭിച്ച സന്തോഷം, ക്ഷമ ചോദിച്ച് രമ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലഭിച്ച സന്തോഷം, ആന്തരിക സൗഖ്യത്തിലൂടെ ലഭിച്ച സന്തോഷം,
ശാരീരിക സൗഖ്യത്തിലൂടെ ലഭിച്ച സന്തോഷം, ഈ സന്തോഷത്താൽ നിറഞ്ഞ ഈശോയുടെ മുമ്പിൽ ഈശോയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന നിന്റെ ഉള്ളിൽ തട്ടി നിന്റെ കർത്താവ് നിന്നോട് പറയുന്നു, ഈ സന്തോഷമെല്ലാം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിന്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈശോ തരുന്ന സന്തോഷത്തിന്റെ പൂർണ്ണത അത് പരിശുദ്ധാത്മാവാണ്. യേശു തരുന്ന ആനന്ദത്തിന്റെ പൂർണ്ണത അത് പരിശുദ്ധാത്മാവാണ്. ഈശോ തരുന്ന സമൃദ്ധിയുടെ പൂർണ്ണത അത് പരിശുദ്ധാത്മാവാണ്. ഇതാ നിനക്ക് കർത്താവിന് തരാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണതയായ പരിശുദ്ധാത്മാവിനെ നിനക്ക് തരാൻ നിന്റെ ഈശോ നിന്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ട്, ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ട്, കണ്ണ് തുറന്ന് ഈശോയിലേക്ക് നോക്കി. ഇതാ കർത്താവ് നിന്നോട് പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം തിരുവചനം. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേലയക്കുന്നു. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേലയക്കുന്നു. പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മളെല്ലാവരെയും കർത്താവ് നിറയ്ക്കാൻ പോവുകയാണ്. കർത്താവ് നിറയ്ക്കാൻ പോവുകയാണ്. ഈ നിറവ് അനുഭവിക്കണം. രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക, ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഇതാ കരം നീട്ടി കർത്താവിലേക്ക് നോക്കി വിശ്വാസ നിറവിൽ കാത്തിരിക്കുന്ന ഓരോ മകനോടും മകളോടും പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനം, ഇനി നിങ്ങളെ ആരെയും ഞാൻ അനാഥരായി വിടുകയില്ല. നിങ്ങളുടെ കൂടെ എന്നും വസിക്കാൻ, നിങ്ങളുടെ കൂടെ എന്നും വസിക്കാൻ എൻ്റെ പരിശുദ്ധാത്മാവിന് ഞാൻ നിങ്ങൾക്ക് തരും. എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. യേശുവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, യേശുവിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ കൂടെയായിരുന്ന പരിശുദ്ധാത്മാവ്, യേശുവിനുണ്ടായിരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനായിട്ട് ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവ്. ഇതാ ഈശോ പറയുന്നു, ആ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ച് എല്ലാവരും ഉള്ളിൽ നിറഞ്ഞ ദാഹത്തോടെ ആഗ്രഹത്തോടെ ഈ പ്രാർത്ഥന ഏറ്റു. കർത്താവായ ഈശോയെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് തിരുവചനത്തിലൂടെ എന്നോട് അരുളി ചെയ്ത സത്യത്തിൽ വിശ്വസിച്ച് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് തന്റെ വചനത്തിലൂടെ എന്നോട് അരുളി ചെയ്യുന്നു. ഇതാ ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു, നിങ്ങളുടെ മേൽ അയക്കുന്നു. ഈശോയെ, അവിടുന്ന് അരുളി ചെയ്ത ഈ വചനത്തിൽ വിശ്വസിച്ച് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഈ നിമിഷം എന്നിലേക്ക് ഞങ്ങളിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് അയക്കണമേ, അയക്കണമേ, അയക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തന്റെ വചനത്തിലൂടെ അരുളി ചെയ്ത ദൈവിക സത്യം തന്റെ ആത്മാവിന് ഓരോ വ്യക്തിക്കും നൽകുമെന്നുള്ള ഉറപ്പുള്ള വചനം, ആ വചനത്തിൽ വിശ്വസിച്ച് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് ദൈവം ഇപ്പോൾ തന്റെ ആത്മാവിനെ അയക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ നിന്ന് നിറയട്ടെ. സ്വർഗ്ഗം തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ ചേർന്ന് പാടി. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് പൗലോസ് പി ഡി. ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻ ധ്യാന സെൻറ്ററിലെ കൺവീനറാണ്. 2023 നവംബർ 5 മുതൽ ഞങ്ങളുടെ ഇടവകയിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഇടവക ജനത്തിന് വളരെയേറെ ആത്മീയ ഉണർവും സന്തോഷവും സമാധാനവും ലഭിക്കുകയുണ്ടായി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട വികാരിച്ചൻ റവറൻ ഫാദർ സേവ്യർ ആവളിൽ അച്ഛൻ്റെ ഇച്ഛാശക്തിയുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ ഈ ധ്യാനത്തിലൂടെ സാധ്യമായത്. ഞങ്ങളുടെ ഇടവകയിൽ 1400 കുടുംബങ്ങളും 5 മഠങ്ങളും ഇതിനായി ഞങ്ങൾ ഒരുങ്ങി ധ്യാനത്തിന് ഒരുക്കമായി ഞങ്ങൾ ഹോം മിഷൻ നടത്തിയുണ്ടായി. അത് വളരെ വിജയപ്രദമായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. ഞങ്ങൾ 27 കുടുംബ യൂണിറ്റുകളെ 4 സെൻറ്ററുകളായി വിഭജിച്ച് ഓരോ സെൻറ്ററിനും കൺവീനർമാർ, കോർഡിനേറ്റർമാർ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ധ്യാന ഒരുക്ക പ്രാർത്ഥന അതാത് സെൻറ്ററുകളിൽ ഞങ്ങൾ നാളുകളായി നടത്തി ഒരുങ്ങിയാണ് ഞങ്ങൾ ധ്യാനത്തിൽ പ്രവേശിച്ചത്. എൻ്റെ പേര് ഷാജു അച്ചിനിമാടൻ. സെൻറ്റ് സേവ്യർ ഫൊറോന ഇടവകയുടെ വൈസ് ചെയർമാനും പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറുമാണ്. 20 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഇടവകയിൽ നടക്കുന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇടവകയൊട്ടാകെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും കുടുംബങ്ങളുടെ നവീകരണത്തിനും മുഴുവൻ ജനങ്ങൾക്കും ഒരു ഉണർവിനും കാരണമായി. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെ നേരത്തെ തന്നെ ധ്യാനം ബുക്ക് ചെയ്യുകയും വേണ്ട ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും 4 സെൻറ്ററുകളിലായി ധ്യാനം നടത്തുന്നതിലൂടെ വളരെയധികം ആത്മീയ ഉണർവ് ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ സംഘാടകർക്കും സഹകരിച്ചവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് പോളി ജോസഫ്. ഞാൻ കറുകുറ്റി സെൻറ്റ് സേവിയേഴ്സ് ഫൊറോന ഇടവകയിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. ഞങ്ങളുടെ ഇടവകയിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനം എല്ലാ ഇടവക ജനങ്ങളെയും വളരെ ആത്മീയമായ ഉണർവിലേക്ക്, ചൈതന്യത്തിലേക്ക് വളർത്തിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് വിശ്വാസ പരിശീലന വിഭാഗത്തെ ആഴിമേറിയ വിശ്വാസത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കുട്ടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം വളരെ ആഴമേറിയ ബോധ്യമാണ് ഈ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഞങ്ങളുടെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കുട്ടികളെ കൊണ്ട് വചനം എഴുതിക്കുകയും ദൈവവചനത്തിൽ അവരെ കൂടുതൽ ആഴപ്പെടുത്തുന്നതിനും ദൈവവചനത്തിൽ വസിക്കുന്നതിനുമായി അവരെ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മിഷൻ ധ്യാനത്തിൻ്റെ ടീം എടുത്ത എഫേർട്ടാണ്. അച്ഛന്മാർ വളരെയധികം പ്രോത്സാഹനം നൽകുകയും കുട്ടികൾ വചനം എഴുതുകയും വീടുകൾ അലങ്കരിക്കുകയും വചനങ്ങൾ കൈകളിലേന്തി റാലിയിൽ പങ്കെടുക്കുകയും അതിമനോഹരമായ രീതിയിൽ അവരുടെ നോട്ടുബുകൾ നിറച്ചും വചനങ്ങൾ എഴുതി അങ്ങനെ യേശുവിനോട് കൂടുതൽ അടുക്കുവാനായിട്ട് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട്.